കഴിഞ്ഞ വീഡിയോയിൽ ടിപ്പുവിൻ്റെ സ്വന്തം നാട് വരെ എത്തിയ കഥ പറഞ്ഞല്ലോ. ബസ് കുറേ നേരം മൈസൂർ സ്റ്റാൻഡിൽ നിർത്തിയതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ദൂരം കൂടുന്നതിനനുസരിച്ച് പ്രകൃതിയുടെ ഘടനയിലും കാലാവസ്ഥയിലും ഉണ്ടാവുന്ന മാറ്റം പ്രകടമായിരുന്നു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പരന്ന സ്ഥലങ്ങൾ പതിയെ മാറി പച്ചവിരിച്ച വയലുകളായി കാഴ്ചയിൽ. ചോളം, മഞ്ഞൾ, അത്തരം എന്തൊക്കെയോ കൃഷിയാണെന്ന് തോന്നുന്നു. ഏതായാലും നെൽവയലുകളല്ല. ഇതൊക്കെ വളരെ ചെറിയ ഗ്രാമങ്ങളാണെന്നാണ് തോന്നുന്നത്. വലിയ പുരോഗമനമൊന്നുമില്ലാത്ത ചെറിയ ഊരുകൾ. അല്പസമയം കഴിഞ്ഞതും ഊരുകളും അപ്രത്യക്ഷമായി കാടുകളിലേക്ക് ബസ് നീങ്ങി. കുരങ്ങുകളും മാൻകൂട്ടങ്ങളുമൊക്കെ കാണാൻ സാധിച്ചെങ്കിലും അവയെ ഒപ്പിയെടുക്കാൻ എനിക്ക് പറ്റിയതേയില്ല. ഈ ഭാഗത്തേതായാലും മറ്റാളനക്കമൊന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. എങ്കിലും റോഡിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പോകുന്നുണ്ട്. അല്പദൂരം കൂടി പിന്നിട്ടപ്പോൾ കാപ്പിത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. ഇവിടങ്ങളിൽ ആൾക്കാരും ചെറിയ വീടുകളുമുണ്ട്. വലിയ വലിയ എസ്റ്റേറ്റുകളായിരിക്കാം ഇവ. നാട്ടിലെ പോലെ പലചരക്ക് കടകളോ ബാർബർ ഷോപ്പോ, എന്തിന് ഒരു ചായക്കട പോലും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയില്ല. ഇവരൊക്കെ ഇതിനായി എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. യാത്ര പിന്നെയും മുന്നോട്ടു നീങ്ങിയപ്പോൾ വീരാജ്പേട്ടയിലെത്തി. ഇവിടെയുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വേഷത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. എല്ലാവരിലുമല്ല, അല്പം പ്രായമായവർ. അവർ കേരളത്തിലുള്ളവരെ പോലെയല്ല സാരി ഉടുത്തിരിക്കുന്നത്. പലർക്കും അറിയായിരിക്കാം, ഇവിടം മുതൽ കുടക് സംസ്കാരമായതിനാൽ അവർ അത്തരത്തിലാണ് വേഷം ധരിക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള ഒരാളെ പോലും എനിക്ക് വീഡിയോ പകർത്താൻ സാധിച്ചില്ല. അല്ലെങ്കിലും പലപ്പോഴും നല്ല കാഴ്ചകൾ പകർത്താനായി ഫോൺ എടുക്കുമ്പോഴേക്കും ക്യാമറ ഓപ്പൺ ആവാതിരിക്കുകയും സ്റ്റോറേജ് ഫുൾ ആവുകയും ചെയ്യുന്നത് എനിക്ക് വളരെ പരിചിതമായ കാര്യം തന്നെയാണ്. ബസ് വീണ്ടും മുന്നോട്ട് പോയി എൻ്റെ യാത്രയും തുടർന്നു.